Hi friends, 1.2 volt dual channel lithium battery charger part 2 ആണ് PCB ഡിസൈനിങ് ചെയ്യുന്നതിൻ്റെ പാർട്ട് 2 ആണത്. ഇതിൽ നമ്മൾ ട്രാക്കുകൾ വരയ്ക്കണം. ആക്ച്വൽ PCB ട്രാക്കുകൾ വരയ്ക്കുകയാണ് ചെയ്യുക. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കമ്പൗണ്ട് പ്ലേസിങ്ങും സ്കീമാറ്റിക് കമ്പൗണ്ട് പ്ലേസിംഗ് ആണ് ചെയ്തത്. ട്രാക്ക് വരയ്ക്കാനായിട്ട് നമ്മൾ അത് രണ്ട് ലെയർ ഉണ്ട്, ടോപ്പ് ലെയറും ബോട്ടം ലെയറും ഉണ്ട്. ടോപ്പ് എച്ച് ഗ്രീൻ കളറിൽ കാണുന്നതാണ്. നമ്മളതിൻ്റെ ടോപ്പ് ലെയർ എച്ച് അടിച്ചിട്ട് ടോപ്പ് ലെയർ സെലക്ട് ചെയ്തിട്ട് നമ്മളത് ട്രാക്കുകൾ വരയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന നെറ്റുകൾ സെലക്ട് ചെയ്തിട്ട് കമ്പൗണ്ടിൽ തമ്മിൽ ട്രാക്ക് ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാക്ക് വരയ്ക്കാൻ പറ്റും. നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന എല്ലാ ട്രാക്കുകളും ടോപ്പ് ലെയറിലുള്ള പൂർത്തിയാക്കുക. എന്നിട്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ബോട്ടം ലെയറിലേക്ക് ഇട്ടാൽ മതി. ബോട്ടം ലെയറിലേക്ക് വരയ്ക്കാനായിട്ട് നമ്മൾ വയർ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാം. അല്ലെങ്കിൽ ആ പിന്ന് സെലക്ട് ചെയ്തിട്ട് ഏത് പിന്നിൽ നിന്നാണോ SMD കമ്പൗണ്ട് അല്ല ത്രൂ ഹോളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വയർ വരും അവിടെ. അന്നേരം ആ പിന്നിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. SMD ആണെങ്കിൽ മാത്രം നമ്മൾ അതിൽ നിന്ന് SMDയുടെ പിന്നിൽ നിന്ന് ഒരു ട്രാക്ക് വരച്ചിട്ട് ഒരു വയർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും കമ്പൗണ്ടിൻ്റെ ഔട്ട് സൈഡിലേക്ക്. ത്രൂ ഹോളാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ത്രൂ ഹോളാണെങ്കിൽ ജസ്റ്റ് ബോട്ടം ലെയർ എടുത്തിട്ട് ബോട്ടം ലെയറിന് ഡയറക്റ്റ് നമുക്ക് ട്രാക്ക് വരയ്ക്കാൻ പറ്റും. ബോട്ടം കോപ്പർ ഫുള്ളായിട്ട് എർത്താണ്, ഗ്രൗണ്ടാണ്. പക്ഷെ നമ്മൾ ട്രാക്ക് വരയ്ക്കുമ്പം ഗ്രൗണ്ട് സിഗ്നൽ അല്ലെങ്കിൽ അത് ട്രാക്ക് ഇത് ഡിറ്റാച്ച് ചെയ്ത് ഒരു ഐസൊലേഷൻ ഉണ്ടാവും. ഗ്രൗണ്ടായിട്ട് നേരിട്ട് ബന്ധം വരാത്ത രീതിയിലായിരിക്കും ട്രാക്ക് വരിക. അത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോ ഇത്തിരി സ്പീഡിലാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഒത്തിരി വലിയ വീഡിയോ ആയിപ്പോവും. ഇതിനു മുമ്പ് 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ അത്രയും വേഗത്തിലല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള 2 വീഡിയോസ് ഉണ്ട്, അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ ബോട്ടം ലെയറാണ് ചെയ്യുന്നത്. ബോട്ടം ലെയർ ട്രാക്ക് വരയ്ക്കുകയാണ്. നോക്കിയാൽ കാണാതെ വേറിട്ട് നിൽക്കുന്ന രീതിയിലാണ് ആ ട്രാക്ക് വരിക. നമുക്കിനി വേണ്ടതെന്ന് വെച്ചാൽ ബാറ്ററി ചാർജറിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്ന കണക്ടറിൽ നിന്നുള്ള ട്രാക്കുകളുടെ വിഡ്ത്ത് ഇത്തിരി കൂടുതലുണ്ടാകും. കാര്യം കൂടുതൽ കറണ്ട് ഫ്ലോ അവിടെ ഉണ്ടാവും. നമ്മൾ 0.5 മില്ലിമീറ്റർ പകരം 1 മില്ലിമീറ്ററാണ് നമ്മളവിടെ ട്രാക്ക് വിഡ്ത്ത് കൊടുക്കാൻ പോവുക. അവിടെ ട്രാക്കിൻ്റെ വിഡ്ത്ത് കൂടുതൽ കൊടുത്തപ്പോൾ അവിടെ ചെറിയൊരു DRC എറർ വന്നിട്ടുണ്ട്. അന്നേരം നമുക്ക് ആ ചെറിയ ട്രാക്ക് ഒന്ന് ഡിലീറ്റ് ചെയ്ത് രണ്ടാമത് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ഡിലീറ്റ് ചെയ്തു. മുട്ടി നിൽക്കാത്ത രീതിയിൽ ഒരു ട്രാക്ക് ഒന്നുകൂടെ വരച്ചാൽ മതി. അവിടെ PCB DRC എററൊന്നുമില്ല, ഒരു എററും ഇല്ല. ഓക്കെ കൊടുക്കുക.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. നമുക്ക് അതിൻ്റെ 3D വ്യൂവറിലൊന്ന് എടുത്ത് നോക്കാം PCB എങ്ങനെ ഉണ്ടെന്ന്. നമുക്ക് ഐസോമെട്രിക് വ്യൂവിൽ നമുക്ക് PCBയുടെ 3D വ്യൂ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ക്യാമറ പൊസിഷൻ നമുക്ക് ചേഞ്ച് കൊടുക്കാം. ടോപ്പ് ബോട്ടം ആണോ, ബോട്ടം ഐസോമെട്രിക് ആണോ, അങ്ങനെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ PCB ഡിസൈനിങ്ങിൻ്റെ ഡ്യുവൽ ചാനൽ 1.2 വോൾട്ട് ബാറ്ററി ചാർജറിൻ്റെ PCB ഡിസൈനിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ട് ഇവിടെ കഴിയുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ഇല്ലാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. ഓക്കെ.